സിനിമയ്ക്ക് എങ്ങാണ്ടൊന്നും പോകണമെന്ന് പറഞ്ഞില്ലേ? പാർലർ വരെ പോകണമായിരുന്നു. പോകുന്നില്ലേ ഇപ്പം? ഞാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. എന്നാ പോയിട്ട് വാ. പോയിട്ട് വരാം. പിന്നെ അമ്മ രാവിലെ ഗുളികയൊക്കെ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു മോളെ. അമ്മ എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. ഏട്ടനാ തോന്നുന്നു. ഇപ്പം വരാതെ. പറഞ്ഞു കേട്ടാ. ഞാൻ ദാണ്ട് പാർലറിൽ പോകാൻ ഇറങ്ങുമായിരുന്നു. പൈസ എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിനോ? അത് കുഴപ്പമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ചേട്ടൻ ഗൂഗിൾ പേ ചെയ്താൽ മതി. പാർലറിൽ പോയിട്ട് അതുവഴി എനിക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറണം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ചേച്ചി എന്തായിരുന്നു? വയ്യായിട്ടൊന്നും. കുഞ്ഞിനെന്ത് പറ്റി? ആശുപത്രി കൊണ്ടുപോകുന്നില്ലേ? ചേച്ചിയുടെ കുറച്ച് പൈസ എന്തെങ്കിലും കാണുമോ? എൻ്റെ ഇപ്പം കയ്യിൽ വീട്ടിലൊന്നും ഇരിക്കുന്നില്ലേ? ചേട്ടൻ വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് മേടിച്ചോളാന്നാണ് പറഞ്ഞത്. ചേച്ചിയുടെ കുറച്ച് പൈസ എന്തെങ്കിലും കാണുമോ? അയ്യോ, പൈസ എൻ്റെ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ ആയിരുന്നേ ഉണ്ടായിരുന്നു. അത് കുറച്ച് ആവശ്യങ്ങൾക്കും ഇതിനൊക്കെ ആയിട്ട് തോന്നുന്നു പോയില്ല. ചേച്ചി കൈ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഫോണിൽ കൂടെ പൈസയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പൈസ കിട്ടും ചേച്ചി. അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ചേച്ചി ഇങ്ങനെയല്ല നോക്കാം. ഫോണിലോ? അതിപ്പോൾ ഏട്ടൻ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണം. ഏട്ടനൊക്കെ ഈ സമയത്തൊന്നും വിളിച്ചാൽ കിട്ടത്തോലും ഇല്ല. എൻ്റെ കയ്യിലില്ല കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ എന്നാൽ പോവാം. ശരി. നീ ആ കൊച്ചിനോട് കളത്തിൽ പറഞ്ഞ അതിൻ്റെ കുഞ്ഞിന് മേലാത്തോണ്ടല്ലേ അതിന് ആശുപത്രി കൊണ്ടാനല്ലേ പറഞ്ഞത്. നീ ഞാൻ കുഞ്ഞിനോട് കളത്തിൽ പറഞ്ഞത്. നിനക്കൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പാർലറിയാണ് ആവശ്യം. ആ കൊച്ചിന് അസുഖമാണ് ആവശ്യം. രാമത്ത് വരുമ്പോ തന്നെ ബന്ധുക്കാരൻ്റെ ഓടി വന്ന അയൽവക്കാരാ. അപ്പം നമ്മൾ അവരെ സഹായിച്ചല്ലേ അവര് നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഇതൊക്കെ വരാത്തതും വരാതിരിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെ. പിന്നെ അവരുടെ സഹായം നമുക്ക് വേണ്ട. പോയിച്ച് നേരം കേട്ടോ. കൊച്ചിന് പൈസ കിട്ടിയോക്കാം ആർക്കറിയാം. പാവം കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് അത് വന്ന് ചോദിച്ചതാണ്. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് വിട്ടു. മോളെ ഞാൻ പൈസ തരാം. അവള് തന്നിട്ടാ. ആണോ? ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ചേച്ചിയുടെ ഇല്ലെന്നായിരുന്നു പറഞ്ഞത്. ചേച്ചി അവിടെ ശരിയാക്കി തന്നതല്ലേ അമ്മ? കുഞ്ഞിന് അത്രയും അത്യാവശ്യം പനി ആയതുകൊണ്ടാണ്. മോളെ മോള് കൊണ്ടുപോയി പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് കാണിക്കും. പൈസ ഇത് ഏട്ടൻ വരുമ്പോഴത്തേക്ക് അവിടെ എത്തിക്കാം. സാരില്ല മോളെ, ഒന്നും കുഴപ്പമില്ല. ശരി അമ്മ. എന്താ എന്നെ വിളിച്ചോ? എന്റെ മോക്ക് എന്നെ പറ്റി? എന്റെ മോക്ക് എന്നെ പറ്റി? അത് പിന്നെ സുധാമേ, ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നേ. അപ്പൊ ചേച്ചി അവിടെ തല ഇറങ്ങി. നമുക്ക് അവിടെ കൊണ്ട് ഇരുത്താം ചേച്ചീനെ. വെള്ളം വേണോ ചേച്ചി? വേണോ? മോളെ എന്ത് പറ്റി മോളെ? ഒന്നുമില്ല, തല ഇറങ്ങി വീണ്. അപ്പൊ ഈ ചേച്ചി ആണോ? ഇപ്പം വല്ലതും കുഴപ്പമുണ്ടോ? കണ്ട ആ മോള് കാരണല്ലേ. അല്ലായിരുന്നു എന്നെ ഇതേനെ വഴി കിടന്നോ എല്ലാവരും അറിയുമോ? ഇതാ പറയുന്ന ആവത്ത് നേരത്തെ ആരെങ്കിലും വന്ന് സഹായിക്കേണ്ട നേരത്തെ ആ കൊച്ചു വന്നത്. രാവിലെ പൈസ കഴിച്ചപ്പോൾ ഇല്ലെന്നല്ല പറഞ്ഞത്. മോളെ വലിയ ഉപകാരം കേട്ടോ. അതുകൊണ്ട് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. വഴി കിടക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കാണുമായിരുന്നോ? താനുള്ളത് കൊണ്ടാ ശരി അമ്മ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഒന്ന് പൈസ വെച്ചിട്ട് എനിക്ക് തരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല ചേച്ചി, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. പൈസ എന്ന് വരും പോകും. പിന്നെ രാവിലെ പൈസ അമ്മ കൊണ്ട് തന്നായിരുന്നു. സുധാമ ചേച്ചി കൊണ്ടുവന്നു കൊണ്ട് തന്നായിരുന്നു.
എന്നാ ശരി ചേച്ചി, ഞാൻ നിങ്ങൾ മാറിയേക്കോ. ശരി. മോളെ എൻ്റെ ഇത് പെൻഷൻ പൈസ ഞാൻ എടുത്ത് കൊടുത്തത്. പിന്നെ പൈസ വരും പോവുകയൊക്കെ ചെയ്യും. നമ്മൾ ഒരു മനുഷ്യനെ സഹായിക്കണ്ടേ? മോള് രാവിലെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മോളെ എന്തെങ്കിലും മോൾ മനസ്സിലാക്കണം. നമ്മൾ പണക്കാരാണെന്നോ പാവപ്പെട്ടവരാണെന്നോ ഇല്ല, എല്ലാവരും നമുക്ക് തുല്യരാണ്. കാരണം എന്ന് വെച്ചിരുന്നാൽ ആദ്യം ഓടി വരുന്ന നമ്മുടെ അയൽവക്കക്കാരാണ്, അവരാണ് നമ്മുടെ രക്ഷകർ. ഇനിയെങ്കിലും മോൾ മനസ്സിലാക്കുക.